ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവീൺ പ്രണവ് എങ്ങനെയാണ് കേരളത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് വ്ളോഗിംഗ് ചാനലായി മാറിയത്? വെറും 3 വർഷം കൊണ്ട് നേടിയത് 4.7 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഏകദേശം 5 ബില്യണിലധികം വ്യൂസും നേടാൻ കഴിഞ്ഞു. ഇതിൽ ലോങ് ഫോം വീഡിയോസിന്റെ മാത്രം വ്യൂസ് കൂട്ടിയാൽ ഏകദേശം 600 മില്യണിലധികം വരും. അതുകൊണ്ട് തന്നെ ലോങ് ഫോം വീഡിയോസിന് 600 മില്യണിലധികം വ്യൂസ് അടിക്കുക എന്നത് ഒട്ടും ഈസി അല്ല. ഈ ചാനൽ കാണുമ്പോൾ നമുക്കൊരു നോർമൽ വ്ളോഗിംഗ് ചാനലായിട്ട് തോന്നിയേക്കാം. പക്ഷെ ഇതിന് പിന്നിൽ 2 മാസ്റ്റർ മൈൻഡ്സ് ഉണ്ടായിരുന്നു, പ്രവീൺ ആൻഡ് പ്രണവ്. ഞാൻ ഓരോ വീഡിയോസും കാണുമ്പോഴും എന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം അവശേഷിച്ചു. ഇത്രയധികം വ്ളോഗിംഗ് ചാനൽസ് ഉണ്ടായിട്ടും എങ്ങനെയായിരിക്കും ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകൾ ആവുന്നതിന് മുമ്പ് ഇത്രയധികം വ്യൂസ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു? ഞാൻ കുറെ വട്ടം ഓരോ വീഡിയോസും കുത്തിയിരുന്ന് കണ്ടു. അടുത്ത വീഡിയോ ആൻഡ് ഫൈനലി ഞാൻ പ്രവീൺ പ്രണവ് ചാനലിന്റെ ഒരു സീക്രട്ട് ഇക്വേഷൻ കണ്ടെത്തി. ഇത് കുറച്ച് പാടുള്ള പണിയായിരുന്നു, പക്ഷേ എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെ കണ്ടെത്തി. ഇതാ പ്രവീൺ പ്രണവ് ചാനലിന്റെ 4 സ്റ്റെപ്പ് ഇക്വേഷൻ. അതായത് എങ്ങനെയാണ് ഇവർ കേരളത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് വ്ളോഗിംഗ് ചാനലായി ഗ്രോ ചെയ്തതിന്റെ സീക്രറ്റ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പ്രവീൺ പ്രണവ് ചാനലിന്റെ ലൈഫ് ടൈം യൂട്യൂബ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 4 സ്റ്റെപ്പ് ഇക്വേഷനിലെ ആദ്യത്തെ ഇക്വേഷൻ ആയിരുന്നു ദി 5 ആക്ട് സ്റ്റോറി ടെല്ലിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉറപ്പായും മാസ്റ്റർ ചെയ്യേണ്ട ഒരു സ്കില്ലാണ് സ്റ്റോറി ടെല്ലിംഗ്. കാരണം നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്റ്റോറി ടെല്ലിംഗ് അറിയാമെങ്കിൽ ലോങ്ങർ ആയിട്ട് ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ കഴിയും. അങ്ങനെ ലോങ്ങർ ആയിട്ട് പിടിച്ചിരുത്തിയാൽ യൂട്യൂബ് അൽഗോരിതത്തിന്റെ ഇമ്പോർട്ടന്റ് മെട്രിക്കായ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യും. സോ ഇവിടെ പ്രവീൺ പ്രണവിന്റെ ആദ്യത്തെ ജീനിയസ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് വരുന്നത് ദി 5 ആക്ട് സ്റ്റോറി ടെല്ലിംഗ്. ഈ 5 ആക്ട് സ്റ്റോറി ടെല്ലിംഗിന്റെ ആദ്യത്തെ ആക്ട് ആയിരുന്നു ദി ഇൻട്രൊഡക്ഷൻ. അതായത് ആ വീഡിയോയിൽ എന്താണോ ചെയ്യുന്നത് അതിനെ തുടക്കത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എക്സാമ്പിൾ, ഇവർ ഈ ഓജാ ബോർഡ് കളിക്കുന്ന വീഡിയോ നോക്കുക. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർ ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ആ ചാലഞ്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓജാ ബോർഡ് കളിച്ചാൽ പ്രേത വരുമോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട് നമ്മളിന്ന് പ്രേതത്തിനെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. എല്ലാവരും പറയുന്നല്ലോ ഓജോ ബോർഡ് വെച്ച് കളിച്ചാൽ പ്രേതം വരും, മണ്ണാങ്കട്ട വരും, തേങ്ങ വരും എന്നൊക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഇത് സെക്കൻഡ് ആക്ട് ആയിരുന്നു, റേസിംഗ് ആക്ഷൻ. ഇവിടെ ആയിരിക്കണം നമ്മുടെ വീഡിയോനെ പ്രോഗ്രസിലോട്ട് കൊണ്ടുപോകേണ്ടത്. എക്സാമ്പിൾ, ഇവരുടെ ഈ വീഡിയോ തന്നെ നോക്കുക. നമുക്ക് മെജോറിറ്റി ആൾക്കാർക്കും അറിയാം ഈ ഓജാ ബോർഡൊക്കെ ഉടായിപ്പാണ്. സോ ഇവിടെ പ്രവീൺ പ്രണവ് ജീനിയസ് ആയിട്ട് ഒരു സ്റ്റോറി കൊണ്ടുവരുന്നുണ്ട്. ഇതിലൂടെ തന്നെ അവർ ആ വീഡിയോയുടെ ആക്ഷൻ റൈസ് ചെയ്യുകയാണ്. ഗായ്സ്, പിന്നെ നമ്മളാ മൂവി കണ്ടതിൽ പൂച്ചാണ്ടി മൂവിക്കകത്ത് അവരും ഫസ്റ്റ് ഓജോ ബോർഡ് വെച്ചാണ് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അവർ ഓജോ ബോർഡ് മാറ്റിയിട്ട് അക്ഷരങ്ങൾ ഇങ്ങനെ അവർ ഇത് കണക്ക് തന്നെ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. മറ്റൊരു സൈഡിൽ ആ ഓജാ ബോർഡ് ചാലഞ്ചിന്റെ പ്രോഗ്രസും നടക്കുന്നുണ്ട്. ഇനി തേർഡ് ആക്ട് ആയിരുന്നു ദി ക്ലൈമാക്സ്, ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് മൊമെന്റ്. ഇവിടെ ആയിരിക്കും നമ്മുടെ വീഡിയോയുടെ മെയിൻ ആക്ഷൻ സംഭവിക്കുക. ഇവിടെ ഈ എക്സാമ്പിൾ വീഡിയോയുടെ ക്ലൈമാക്സ് ആണെങ്കിൽ പ്രേത വരുമോ ഇല്ലയോ എന്ന് അറിയണം. ഇവിടെ നോക്കിയാൽ പ്രേത വരാൻ വേണ്ടി അവർ മന്ത്രമൊക്കെ പറയുന്നുണ്ട്. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആയിട്ട് ഹൊറർ ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സും ഹൊറർ മ്യൂസിക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ തന്നെ വ്യൂവറിനെ ആ വീഡിയോയുടെ മോസ്റ്റ് ഇന്റൻസ് മൂമെന്റിലോട്ട് എത്തിക്കുന്നു. അവസാന ക്ലൈമാക്സ് റിവീൽ ചെയ്യുന്നുണ്ട്, പ്രേതം വന്നില്ല. ഇവിടെയാണ് 4th ആക്ട് വരുന്നത്, ദി ഫാളിംഗ് ആക്ഷൻ. ഇവിടെ നോക്കിയാൽ നമ്മുടെ വീഡിയോയുടെ ഇന്റൻസ് മൂവ്മെന്റ് പതിയെ കുറയാൻ തുടങ്ങും. ഇവിടുത്തെ എക്സാമ്പിൾ വീഡിയോ നോക്കിയാലും അവർ ആ പേടിപ്പിക്കുന്ന മൂവ്മെന്റിൽ നിന്ന് നോർമൽ രീതിയിലോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഈ സമയത്തായിരിക്കും നമ്മുടെ വീഡിയോയുടെ പീക്ക് ഇന്റൻസ് മൂവ്മെന്റ് പതുക്കെ ഫാൾ ആവുക. ഇനിയാണ് നമ്മുടെ 5th ആക്ട് വരുന്നത്, ദി റെസൊല്യൂഷൻ. അതായത് ആ വീഡിയോ ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ഒരു റിവാർഡ് കൊടുത്ത് വീഡിയോനെ ഫിനിഷ് ചെയ്യുക. ഇതായിരുന്നു അവിടെ 5 ആക്ട് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. അവിടെ ഒരു മെജോറിറ്റി വീഡിയോസ് നോക്കിയാലും ഈ സ്ട്രക്ചറിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിലെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിരുന്നു ദി ഡാൻസർ അൽഗോരിതം. ഇതിന്റെ പേര് ഞാനാണ് ഇട്ടത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. ഇനി ഇക്വേഷനെ നമുക്ക് നേരെ മനസ്സിലാക്കണമെങ്കിൽ ഒരു 3 വർഷം പിറകിലോട്ട് പോകേണ്ടി വരും. 2022 ജൂലൈ മാസം അവിടെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. പക്ഷെ കാര്യമായിട്ട് വലിയ വ്യൂസ് ഒന്നും കിട്ടിയിരുന്നില്ല. അവർ ആ സമയത്ത് അവരുടെ ഡാൻസ് വീഡിയോസും യൂട്യൂബ് ഷോർട്സിൽ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2023 ആയപ്പോൾ അവരുടെ ഷോർട്സിന് അത്യാവശ്യം നല്ല വ്യൂസ് വരാൻ തുടങ്ങി. പല ഷോർട്സിനും 50K, 100K, 500K വ്യൂസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. ഇതിന് കാരണം ഷോർട്സിൽ അവർ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ദി ഡാൻസർ അൽഗോരിതം. ഇതൊരു സിമ്പിൾ ഇക്വേഷൻ ആയിരുന്നു, ഡാൻസ് പ്ലസ് ട്രെൻഡിങ് സോങ് ഈക്വൽ ടു ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ. അതെ, ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണ്. അതിന്റെ കൂടെ ട്രെൻഡിങ് സോങ്സും കൂടി ആവുമ്പോൾ അതൊരു വൈറൽ പൊട്ടൻഷ്യൽ ആയിട്ട് മാറും.
മാറും. കാരണം ഈ സോങ്ങും ഡാൻസും കൂടി വരുമ്പോൾ നോർമലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടും. കാരണം ഈ വീഡിയോയ്ക്ക് ഒരു ലാംഗ്വേജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോസും ഹിന്ദി, കന്നഡ, തമിഴ് ഇങ്ങനത്തെ പല ലാംഗ്വേജിലുള്ള ഓഡിയൻസിന്റെ അടുത്ത് പോവുകയും അതിലൂടെ തന്നെ നല്ല വ്യൂസും കിട്ടും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. യൂട്യൂബ് ഷോർട്സിന് നല്ല രീതിക്ക് റവന്യൂ കുറവാണ്. അതായത് ഓരോ 1000 വ്യൂസിനും 5 രൂപ കിട്ടിയാൽ ഭാഗ്യം. അതുകൊണ്ട് തന്നെ വീട്ടിലെ അരി വാങ്ങാനുള്ള ക്യാഷ് പോലും ഈ ഡാൻസ് വീഡിയോസിൽ നിന്ന് കിട്ടത്തില്ല. പിന്നെ എങ്ങനെയായിരിക്കും ഇവർക്ക് ഈ ഫോർച്യൂണർ കാറൊക്കെ വാങ്ങാൻ കഴിഞ്ഞത്? ഇവിടെയാണ് മൂന്നാമത്തെ ഇക്വേഷൻ വരുന്നത്, ദി മൾട്ടി ഫോർമാറ്റ് കോണ്ടന്റ് ഫണൽ. നിങ്ങൾ പ്രവീൺ പ്രണവ് ചാനലിന്റെ കമന്റ് ബോക്സിൽ നോക്കിയാൽ പലതിലും കാണാൻ പറ്റുന്ന ഒരു കമന്റ് ആണ്, നിങ്ങളുടെ ഡാൻസ് കാണാറുണ്ട്, വളരെ ഇഷ്ടമാണ്. ഇങ്ങനത്തെ കമന്റുകൾ നിറയെ കാണാൻ കഴിയും. പക്ഷേ ഇങ്ങനത്തെ കമന്റുകൾ വരാൻ കാരണവും ഈ ഇക്വേഷൻ ആയിരുന്നു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാൻസ് വീഡിയോസ് നോർമൽ വ്ലോഗ്സ് കോണ്ടന്റിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടും. ഇതിലൂടെ അവരുടെ ഡാൻസ് വീഡിയോസ് ഓഡിയൻസ് കണ്ട് അവർക്ക് ആൾറെഡി യൂട്യൂബ് ഷോർട്സിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിലൂടെ തന്നെ അവരുടെ ഷോർട്സ് വീഡിയോസ് കാണാം, അവരുടെ ലോങ് ഫോം വീഡിയോസിലോട്ടും ആ ഓഡിയൻസ് കാണാൻ തുടങ്ങി. നിങ്ങൾ അവരുടെ പല തുടക്കത്തിലെ വ്ലോഗും വീഡിയോസ് എടുത്ത് നോക്കിയാലും അതിൽ നല്ല വ്യൂസ് കുറവായിരിക്കും. അതിനുശേഷം ഷോർട്സ് റീച്ച് കയറി തുടങ്ങിയപ്പോഴായിരുന്നു അവിടെ ലോങ് ഫോം വീഡിയോസിന് പതിയെ വ്യൂസ് കയറി വന്നത്. ഈ മൾട്ടി ഫോർമാറ്റ് കോണ്ടന്റ് സ്ട്രാറ്റജിയിലൂടെ അവർ ഷോർട്സിൽ നല്ല വ്യൂസ് കൊണ്ടുവരികയും അതിന്റെ റീച്ച് ലോങ് ഫോം വീഡിയോസിൽ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അതിലൂടെ തന്നെ അവർക്ക് നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. കാരണം യൂട്യൂബ് ഷോർട്സിന് 1 മില്യൺ വ്യൂസ് കിട്ടിയാൽ 500 രൂപയായിരിക്കും കിട്ടുക. അതേസമയം ലോങ് ഫോം വീഡിയോസ് ആണെങ്കിൽ 1 മില്യൺ വ്യൂസിന് 50,000 വരെ കിട്ടും. സോ അവിടെ ഈ ബ്രില്യൻ മൂവിലൂടെ നല്ല റവന്യൂ കൊണ്ടുവരാൻ പറ്റി. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓഡിയൻസിന്റെ ചാനലിൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ. വ്ലോഗിംഗ് കോണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു കണക്ഷൻ ഓഡിയൻസുമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം പുതിയതായിട്ട് ചാനൽ വരുന്ന ന്യൂ ഓഡിയൻസിനെ ചാനലിന്റെ ലോയൽ ഫാൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. വേറെ ഫോർത്ത് ഇക്വേഷൻ, ദി റെക്കറിംഗ് റവന്യൂ. ഓരോ മാസവും നമ്മുടെ സിമ്മിനെ റീചാർജ് ചെയ്താലേ നമുക്ക് നെറ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ റീചാർജ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റവന്യൂ മോഡൽസിനെ കമ്പനീസ് പറയുക റെക്കറിംഗ് റവന്യൂ എന്നാണ്. ഇവിടെ ആയിരുന്നു പ്രവീൺ പ്രണവിന്റെ റെക്കറിംഗ് റവന്യൂ ഇക്വേഷൻ യൂസ് ചെയ്തത്. ഇതിൽ പ്രവീൺ പ്രണവ് തന്റെ ഓഡിയൻസിനെ ജീനിയസ് ആയിട്ട് ഉപയോഗിച്ചു. നോർമലി ഫാമിലി വ്ലോഗ് ചാനൽസിൽ 2 ടൈപ്പ് കോണ്ടന്റ് ആണ് വരുന്നത്. ഒന്ന് പ്യൂർ റിലേറ്റബിൾ, മിഡിൽ ക്ലാസ് സ്ട്രഗിൾസ്, ഡെയിലി റൊട്ടീൻസ്, സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് പറയുന്ന വീഡിയോസ്. 2 പ്യൂർ ആസ്പിറേഷണൽ, ലക്ഷറി, എക്സ്പെൻസീവ് തിങ്സ്, ഡ്രീം ലൈഫ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള വ്ലോഗ്സ്. പക്ഷേ പ്രവീൺ പ്രണവ് ഈ 2 ഫോർമാറ്റിനെ ബ്രില്യൻലി മിക്സ് ചെയ്തു. ഓഡിയൻസുമായിട്ട് ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്യൂർ റിലേറ്റബിൾ കോണ്ടന്റ് ചെയ്തു. എക്സാമ്പിൾ നോക്കൂ, സിമ്പിൾ ഹോം കുക്കിംഗ് വീഡിയോസ്, ബ്രദർ ഫൈറ്റിംഗ് കോമഡി വീഡിയോസ്, ഡെയിലി മോർണിംഗ് റൊട്ടീൻസ്, ബഡ്ജറ്റ് ഷോപ്പിംഗ് ചാലഞ്ചസ്, നോർമൽ ഫാമിലി ആർഗ്യുമെന്റ്സ് ആൻഡ് ഫൺ. ഇങ്ങനത്തെ കോണ്ടന്റ് ഉണ്ടാൽ പൊതുവെ നമുക്ക് തോന്നുന്നത് അവരും നമ്മളെപ്പോലെ തന്നെയാണെന്നായിരിക്കും. അതിലൂടെ തന്നെ ഓഡിയൻസുമായിട്ട് ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്നു. അടുത്തത് ആസ്പിറേഷണൽ കോണ്ടന്റ്സ് ആയിരുന്നു. പുതിയ കാറിനെ പർച്ചേസ് ചെയ്യുന്ന വീഡിയോസ്, ഹൗസ് റെനോവേറ്റ് ചെയ്യുന്ന വ്ലോഗ്സ്, എക്സ്പെൻസീവ് റെസ്റ്റോറന്റ് ചാലഞ്ചസ്, സക്സസ് സെലിബ്രേഷൻ വീഡിയോസ്. ഇങ്ങനത്തെ കോണ്ടന്റ് ഉണ്ട് നമ്മൾ ഉറപ്പായും ഇൻസ്പയർഡ് ആവും. നമുക്കും കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിലും തോന്നിക്കും. പക്ഷേ ഇവിടുത്തെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഈ 2 കോണ്ടന്റ് ടൈപ്പിനെ ബ്രില്യൻലി അവർ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കോണ്ടന്റ്സിൽ 70% റിലേറ്റബിൾ ആയിരുന്നു. അവിടെ ചാനലിലെ ബാക്കി 30% കോണ്ടന്റ്സും ആസ്പിറേഷണൽ കോണ്ടന്റ്സ് ആയിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ വ്യൂവറിനെ കൺസിസ്റ്റന്റ് ആയിട്ട് എൻഗേജ് ചെയ്യാൻ കഴിഞ്ഞു. റിലേറ്റബിൾ കോണ്ടന്റ് ചെയ്താൽ അവരെ നമ്മളെപ്പോലെയാണെന്നൊരു തോന്നൽ വരും. അത് കൂടുതൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ആസ്പിറേഷണൽ കോണ്ടന്റ് ചെയ്താൽ നമുക്ക് അവരെ പോലെ ഗ്രോ ചെയ്യണമെന്ന് തോന്നിക്കും. ഇതിലൂടെ തന്നെ അവർ ഓഡിയൻസുമായിട്ട് ഒരു ഡീപ്പർ ലെവൽ കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ തന്നെ നമ്മൾ ആ 4 സ്റ്റെപ്പ് ഇക്വേഷനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് അവരുടെ ലൈഫ് ടൈം യൂട്യൂബ് റവന്യൂ നോക്കാം. ഇതൊരു ഒഫീഷ്യൽ കാൽക്കുലേഷൻ അല്ല, കറക്റ്റ് ആയിട്ടുള്ള യൂട്യൂബ് റവന്യൂ കാൽക്കുലേറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ക്രഫ് കാൽക്കുലേഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അടുത്തുള്ള നമ്പർ ആയിരിക്കും കിട്ടുക. ഇതവിടെ ചാനലിലെ ടോട്ടൽ ലൈഫ് ടൈം വ്യൂസ് ആണ്. ഇതിൽ ഏകദേശം 610 മില്യൺ വ്യൂസ് ലോങ് ഫോം വീഡിയോസിന്റെയാണ്. ബാക്കി ഇത്രയും വ്യൂസ്, അതായത് 4.3 ബില്യൺ വ്യൂസ് യൂട്യൂബ് ഷോർട്സിന്റെയും. ഇനി ആദ്യം നമുക്ക് ലോങ് ഫോം വീഡിയോസിന്റെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നീഷ് എന്റർടൈൻമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ RPM വന്നത് 35 രൂപ കൊടുക്കാം. അതായത് ഓരോ 1000 വ്യൂസിന് അവർക്ക് 35 രൂപ വെച്ച് കിട്ടുമെന്ന് കൂട്ടാം. ചിലപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഇനി കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ 35 രൂപ റഫായിട്ട് കൊടുക്കുകയാണ്. സോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം ഇത്രയും ആയിരിക്കും കിട്ടുക, ഏകദേശം 2 കോടി രൂപ. ഇനി നമുക്ക് അവിടെ ഷോർട്സിന്റെ റവന്യൂ നോക്കാം. ഷോർട്സിന് പൊതുവെ ലോങ് ഫോം വീഡിയോസിനേക്കാൾ റവന്യൂ കുറവാണ്. അതായത് ഇവിടെ അവർക്ക് ഓരോ 1000 വ്യൂസിനും കിട്ടുക 5 തൊട്ട് 20 രൂപ വരെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 5 രൂപ റഫായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്ര വ്യൂസിനെ 5 RPM വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ
ഏകദേശം 21.5 ലക്ഷം രൂപ കിട്ടും. സോ ഇവരുടെ ലൈഫ് ടൈം ആയിട്ടുള്ള യൂട്യൂബ് ആഡ് റവന്യൂ ഇൻകം എന്ന് പറയുന്നത് ഇത്രയുമായിരിക്കും, ഏകദേശം 2.35 കോടി രൂപ. സോ ഇതൊരു റഫ് കാൽക്കുലേഷൻ മാത്രമാണ്, 100% അക്യുറേറ്റ് അല്ല. അവർക്ക് ഇത്ര എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഹാർഡ് വർക്കും ഡെഫിനറ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതും കൂടെ തന്നെ അവിടെ അപ്ലോഡിങ് കൺസിസ്റ്റൻസി അവിടെ ഗ്രോത്തിന് നല്ല രീതിക്ക് തന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ 3 വർഷം കൊണ്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 1.7K വീഡിയോസ് ആണ്. ഇത് 6 വർഷം കൊണ്ട് വീഡിയോസ് ചെയ്യുന്ന ചാനൽസിൽ നോക്കിയാൽ പോലും ഇത്രയധികം വീഡിയോസ് കാണത്തില്ല. പക്ഷേ ഇവിടെ റവന്യൂ നിങ്ങൾ ഞെട്ടിയെങ്കിൽ ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ആള് KL ബിജു ബ്രോന്റെ റവന്യൂ എന്താ നിങ്ങൾ ഉറപ്പായി ഞെട്ടും. അതറിയണമെങ്കിൽ ഇവിടെ തൊട്ടോളൂ.